സഞ്ജയൻ കേവലം 4 പതിറ്റാണ്ട് മാത്രം നീണ്ടുനിന്ന ദുരിതപൂർണമായ തന്റെ ജീവിതയാത്രക്കിടയിൽ ആക്ഷേപഹാസ്യ സാഹിത്യരചനകളിലൂടെ സഹൃദയ മനസ്സിൽ ചെറുചിരിയുടെ സ്ഫുലിംഗമായി തുടങ്ങി ക്രമേണ അവരുടെ ചിന്താമണ്ഡലങ്ങളിൽ വൻ അഗ്നിഗോളമായി കത്തിപ്പടർന്ന മാണിക്കോത്ത് രാമുണ്ണി നായർ എന്ന എം.ആർ. നായർ. അക്കാലത്ത് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ കാപട്യത്തിന്റെ മൂടുപടമണിഞ്ഞ് വിലസിയിരുന്ന ഒരൊറ്റ വ്യക്തിയും അദ്ദേഹത്തിന്റെ വിമർശനാഗ്നിയുടെ ചൂടിൽ വെന്തു നീറാതിരുന്നിട്ടില്ല. ഭൂമിയിലെ തന്റെ അവതാരോദ്ദേശം സഞ്ജയോപാഖ്യാനം എന്ന രചനയിലൂടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ഒന്ന് കേട്ടുനോക്കൂ. സഞ്ജയോപാഖ്യാനം. നമ്പൂതിരിയുടെ മകനോ ഗന്ധർവന്റെ അവതാരമോ അല്ലാത്ത ഒരു ശൂദ്രന് സാഹിത്യ പരിശ്രമം ചെയ്യുവാൻ അർഹതയില്ലെന്നായിരുന്നു പണ്ടത്തെ നമ്പൂതിരിമാരുടെ വിശ്വാസമെന്ന് രസിക ശിരോമണിയായ ശ്രീ മൂർക്കോത്ത് കുമാരൻ അവർകൾ തെളിയിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ വിവരം അറിഞ്ഞതു മുതൽ സഞ്ജയന് മനസ്സമാധാനമില്ലാതായിരിക്കുന്നു. കാരണം സഞ്ജയൻ അടുത്തൊരു ദിവസം നല്ല മുഹൂർത്തം നോക്കി സാഹിത്യ പരിശ്രമം ചെയ്യണമെന്ന് നിശ്ചയിച്ചിട്ടുള്ള കൂട്ടത്തിലാണ്. നമ്പൂതിരിയുടെ മകനല്ല താനും. അർഹതയില്ലാത്ത സ്വാതന്ത്ര്യങ്ങൾ എടുക്കുന്നവരിൽ സഞ്ജയൻ വമ്പനല്ലെങ്കിൽ മുമ്പനെങ്കിലുമാണെന്ന് ചില പ്രസിദ്ധ വക്കീലന്മാർ കൂടി ഒരു സമയം നിങ്ങളെ അറിയിച്ചേക്കാൻ മതി. പക്ഷേ സാഹിത്യ സംബന്ധമായി അങ്ങനെ ഒരു അപവാദം കേൾക്കുവാൻ PS എന്തായാലും ഒരുങ്ങിയിട്ടില്ല. ഒരു ദിക്കിലെങ്കിലും ഒരാളുടെ പേര് അകളങ്കിതമായിരിക്കണ്ടേ? ഇത് തന്നെ മുൻപറഞ്ഞ മനസ്സമാധാനക്കുറവിന് ഹേതുവായിരിക്കൂ എന്ന് അറിഞ്ഞുകൊള്ളുകയും വേണം. അതുകൊണ്ട് സഞ്ജയൻ നമ്പൂതിരിയുടെ മകനല്ലാത്ത സ്ഥിതിക്ക് ഗന്ധർവന്റെ അവതാരമാണെന്ന് തെളിയിക്കുവാൻ എങ്കിലും വല്ല വഴിയുണ്ടോ എന്ന പ്രശ്നത്തെ സംബന്ധിച്ച് PS ഒരു ഗംഭീര ഗവേഷണം തന്നെ നടത്തി. സത്യത്തെ ആരായുവാനുള്ള വിശിഷ്ടോദ്ദേശത്തെ മുൻനിർത്തി നടത്തപ്പെട്ട ഏത് ഗവേഷണമാണ് ഇതുവരെ പാഴായിപ്പോയിട്ടുള്ളത്? PS-ന്റെ ഗവേഷണത്തിനും അചിരേണ ഫലം സിദ്ധിച്ചു. ക്ഷിപ്രം ഹി മാനുഷേലോകെ സിദ്ധിർഭവതി കർമ്മജ്യാ. പാറപ്പുറത്ത് വെടിഞ്ഞാറ്റയിൽ പകൽ വെളിച്ചം കാണാതെ എത്രയോ കാലമായി പൂത്തുകിടന്നിരുന്ന തോന്യാസപുരാണം താളിയോല ഗ്രന്ഥത്തിന്റെ അവശിഷ്ട ഭാഗങ്ങളിലൊരിടത്ത് സഞ്ജയോപാഖ്യാനം എന്ന തലക്കുറിപ്പോടുകൂടി PS-ന്റെ പൗർവദേഹിക ചരിത്രം അത്ഭുതപരവശനായ ഗവേഷകന്റെ ദൃഷ്ടികൾക്ക് വിഷയീഭവിച്ചു. കാർക്കോടകൻ ബന്ധപ്പെട്ട് എങ്ങോട്ടോ പോകുന്ന നാരദമുനിയെ വഴിയിൽ കണ്ടുമുട്ടി മുഷിച്ചലുണ്ടാകാതിരിപ്പാൻ നമസ്കരിക്കുകയാണെന്ന വ്യാജേന നിലത്ത് വീണ് കാലു രണ്ടും കെട്ടിപ്പിടിച്ചു. താടിക്കാരന്റെ പ്രാരംഭ പ്രതിഷേധ വചസ്സുകളെ കേട്ട ഭാവം പോലും നടിക്കാതെ ക്രമേണ അദ്ദേഹത്തെ അനുരഞ്ജിപ്പിച്ചുകൊണ്ട് ചൊല്ലി തീർത്തു കളഞ്ഞതാണ് തോന്യാസപുരാണമെന്ന വസ്തുത യഥാർത്ഥ പണ്ഡിതന്മാർക്കൊക്കെ ഗ്രഹിച്ചിരിക്കാവുന്നതാണല്ലോ. സഞ്ജയന്റെ കഴിഞ്ഞ ജന്മത്തെപ്പറ്റി തോന്യാസത്തിൽ ഏകദേശം എന്തു പറയുന്നു എന്ന് കേൾക്കുവിൻ. തർജ്ജമ എന്റേതാണ്, നന്നായിട്ടില്ലെങ്കിൽ മുഷിയരുത്. നാരദൻ പറഞ്ഞു. ശ്രീമൻ കാർക്കോടകസ്വാമി തിരക്കുണ്ടെങ്കിലും ശരി, സഞ്ജയന്റെ പുരാവൃത്തം കേൾക്കുവാനിച്ഛയുണ്ടുമേ. കാർക്കോടകൻ പറഞ്ഞു. പണ്ട് ചിത്രരഥൻ തന്റെ മകനായി തോന്യവാസിയായി ഗന്ധർവനഗരം തന്നിൽ പിറന്നു സഞ്ജയൻ മുനേ. യുക്തിവാദം പഠിച്ചേറ്റം തലയ്ക്ക് വെളിവറ്റവൻ, അച്ചടക്കമുപേക്ഷിച്ചു നാടെങ്ങും തെണ്ടി നാരദ. ദേവേന്ദ്രനെയും മറ്റുള്ള ദേവന്മാരെയും ഒന്നുപോൽ പരിഹാസം പൊഴിച്ചേറെ വേദനിപ്പിച്ചു കശ്മലൻ. എതിരായ ആരുമില്ലാതെ ധിക്കാരം മുത്ത സഞ്ജയൻ പരബ്രഹ്മജിയെ പോലും വക്കാണിച്ചു നടന്നുപോയി. ഒരു നാളഥ ശുണ്ഠിക്കു നോബൽസ് പ്രൈസ് ലഭിച്ചവൻ ദുർവാസാവു കടന്നെത്തി ഗന്ധർവനഗരത്തിലും. താടിക്കാരന്റെ പിന്നാലെ 10,000 ആളുകൾ ഭക്ഷണാർത്ഥം നടക്കുന്നു ശിഷ്യരെന്നു നടിച്ചഹോ. ഈ ഘോഷയാത്ര ഗന്ധർവമിഠായി തിരുവീതിയിൽ എത്തുമ്പോഴേക്കുമല്ലാത്തൊരു ആക്സിഡന്റ് ബഭൂവഹി. നടുറോട്ടിൽ കിടക്കുന്ന പഴത്തൊലി ചവിട്ടി പോൽ മുനീശ്വരനുടൻ തന്നെ വഴുതിപ്പാഞ്ഞു പോയി പോൽ ശരം പോകുന്ന പോൽ നേരെ ചെന്നു ദുർഗന്ധി കെട്ടറിൽ
വിപതിച്ചു മഹായോഗി വിധിയാർക്കു തടുത്തിടാം. ഗുരുകോപം ഭയപ്പെട്ടു ചിരി നിർത്താൻ ശ്രമിക്കയാൽ 8000 ചില്വാനം ശിഷ്യർ വീർപ്പറ്റു വീണുപോയി. ഗന്ധർവ ഡെയിലി ടൈംസിന്റെ സ്വന്തം റിപ്പോർട്ടർ സഞ്ജയൻ ഇക്കാഴ്ച കണ്ട നേരത്ത് ശേഷമെന്തിനു ചൊല്ലു ഞാൻ. ധിക്കാരത്തിന്റെ കൂടായ സഞ്ജയൻ സർവവും തഥാ വിസ്മരിച്ചു നിരത്തിന്മേൽ വീണുരുണ്ടു ചിരിച്ചുപോയി. ചിരി കോളറ പോലേറ്റം പകരുന്നൊരു സാധനം, തങ്ങളെയും പിടിച്ചേക്കാമെന്നു പേടിച്ചു മാമുനെ. ഒട്ടം തുടങ്ങി ഗന്ധർവ പബ്ലിക്കും ശിഷ്യസംഘവും ബാൻഡുകാരും നിരന്നുള്ള യക്ഷകിന്നരവർഗവും. ഒടുക്കം 2 പേർ മാത്രം ബാക്കിയായെന്റെ നാരദ. വികൃതി സഞ്ജയൻ റോട്ടിൽ ഗട്ടറിൽ കുപിതൻ മുനി. ടോപ്പ് ടു ബോട്ടം ചളിയണിഞ്ഞെഴുന്നേൽക്കവേ മാമുനി. സഞ്ജയന്റെ മഹാഹാസം മുഴങ്ങി സർവദിക്കിലും. യോഗനിദ്രയിലാണ്ടുള്ള വിഷ്ണു കൂടി ഉണർന്നുടൻ കാപ്പി കിട്ടാഞ്ഞു തൻ കുട്ടിപ്പട്ടരോട് കയർത്തുപോയി. അസന്തം സഞ്ജയം ദൃഷ്ട്വാ മുനീന്ദ്രോ ലിപ്തകർദ്ദമ വിവൃദ്ധമന്യുജം വന്യം സസർജകില നാരദ. അത്തിയിൽ അപ്പുറം ഞാനെന്തോതുമെൻ പൊന്നു നാരദ. പാവം PS പാളിസായി വിശർത്തേറ്റം വിളർത്തുപോയി. പദ്യം ചമച്ചുമെടുത്തതിനാൽ കഥാശേഷം സംക്ഷേപിച്ച് ഗദ്യത്തിൽ പറയുന്നു. തദനന്തരം ആപാദചൂടും ചളിപുരണ്ട് കോപകാഷായുധ നേത്രനായ ഭഗവൻ ദുർവാസസ്സാകട്ടെ മുൻചെന്ന കോപാഗ്നിയിൽ കനലിട്ട നേന്ത്രപ്പഴമെന്നോണം വെന്തുനീർന്ന സഞ്ജയനെ നോക്കി യുദ്ധം ബഭാണ. മൂഢാത്മാവേ, അബോധനനായ എന്റെ മാഹാത്മ്യമറിയാതെ എനിക്ക് പറ്റിയ അപകടത്തെക്കുറിച്ച് ചിരിക്കുവാൻ മുതിർന്ന നിന്നെ ഞാനിതാ ശപിക്കുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ നീ മനുഷ്യരുടെ കൂട്ടത്തിൽ ചെന്ന് ജനിക്കും. കേരളത്തിലെ നരകമെന്ന് കുപ്രസിദ്ധമായ ഒരു മുനിസിപ്പാലിറ്റിയിൽ നീ കുറെ കാലം താമസിച്ച് അവിടുത്തെ കൊതുകടിയേറ്റും പൊടി ഭക്ഷിച്ചും കഷ്ടപ്പെട്ട് അവശനായി ബുദ്ധിമുട്ടും. നിന്റെ വിനയമില്ലായ്മയും പരിഹാസ ബുദ്ധിയും കരിക്കട്ടയുടെ കറുപ്പ് പോലെ കാഞ്ഞിരക്കായയുടെ കയ്പ് പോലെ എന്റെ ദേഹത്തിൽ പുരണ്ട ഈ ചളിയുടെ ദുർഗന്ധം പോലെ നിന്നെ വിട്ടുപിരിയാതെ പറ്റിക്കിടക്കും. ഈ ദുർഗുണങ്ങൾ ഹേതുവായി ഗവൺമെന്റും നാട്ടുകാരും കോൺഗ്രസ് കക്ഷിയും ജസ്റ്റിസ് കക്ഷിയും സോഷ്യലിസ്റ്റ് കക്ഷിയും തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പൊട്ടിമുളയ്ക്കുന്ന എണ്ണമില്ലാത്ത മറ്റു കക്ഷികളിൽ പെടാത്തവരും പണ്ഡിതന്മാരും പാമരന്മാരും സാഹിത്യ വിപ്ലവക്കാരും വനിതാ സംഘങ്ങളും അധികൃതന്മാരും അനധികൃതന്മാരും സനാതനികളും അധകൃതരും മഹാകവികളും ചില്ലറ കവികളും യുക്തിവാദികളും ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റ് മുതലായ അദൃശ്യമാന്യന്മാരും എനിക്ക് കുറച്ച് തിരക്കുള്ളതിനാൽ പറഞ്ഞു തീർപ്പാൻ സമയമില്ലാത്ത ഭൂലോകത്തിലെ മറ്റെല്ലാ വർഗക്കാരും സംഘക്കാരും അഭിപ്രായക്കാരും നേതാക്കന്മാരും ഈതന്മാരും നിന്നെ വെറുത്ത് ദുഷിച്ച് ശപിച്ച് മുട്ടിച്ച് ലുട്ടിമസാക്കും. മനുഷ്യനായി ജനിച്ച് ഒരു ചീതയെങ്കിലും ചിരിച്ച് മരിക്കണമെന്ന് ചിരകാലമായി ആശിച്ചുകൊണ്ടിരുന്ന സഞ്ജയനാകട്ടെ ശാപമോക്ഷത്തിനൊന്നും ഹർജി അയക്കുവാൻ മെനക്കെട്ടില്ല. പക്ഷേ അച്ഛൻ ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നു തന്നെയാണെന്ന് സഞ്ജയൻ ആ മഹാഗോപിയോട് മിണ്ടിയതുമില്ല. വ്യസനം അഭിനയിച്ച് അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ നിങ്ങളുടെ PS ചങ്ങലമ്പരണ്ടയിൽ ചൊൽക്കൊണ്ട പാറപ്പുറത്തിങ്ങനെ പിറന്നുപോയി. മാനുഷവേഷം ധൃത്വാ തലയിലെഴുത്ത് അങ്ങുന്നേ തലയിലെഴുത്ത്.